തടവുകാരൻ്റെ സ്വാതന്ത്ര്യം. രാഹവിന് 18 വയസ്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഭയങ്കരമായ തെറ്റുകാര്യം ചെയ്യുമ്പോൾ. കോപത്തിൻ്റെയും കലാപത്തിൻ്റെയും ഒരു നിമിഷത്തിൽ അദ്ദേഹം ഒരു കുറ്റക്കാര്യം ചെയ്തു. അത് തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ജയിലിൽ അയച്ചു. ആദ്യം അദ്ദേഹം എല്ലാവരെയും കുറ്റപ്പെടുത്തി, തൻ്റെ സുഹൃത്തുക്കൾ, തൻ്റെ ദാരിദ്ര്യം, വിധിയെപ്പോലും. അദ്ദേഹം തൻ്റെ ഹൃദയം കഠിനമാക്കി, തൻ്റെ കുറ്റബോധം ആഴത്തിൽ മറച്ചു. എന്നാൽ എത്ര ശക്തനായി അഭിനയിച്ചാലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ശൂന്യമായി അനുഭവപ്പെട്ടു. വർഷങ്ങൾ കടന്നുപോയി. രാഹവ് പ്രായമായി. ജയിലിൽ വച്ച് അദ്ദേഹം ഒരു പ്രായമായ ചാപ്പലിനെ കണ്ടുമുട്ടി. അദ്ദേഹം എപ്പോഴും തടവുകാരർക്ക് ബൈബിൾ വായിക്കുകയായിരുന്നു. ഒരു ദിവസം ചാപ്ലിൻ ഉച്ചത്തിൽ വായിച്ചു, തൻ്റെ പാപങ്ങൾ മറയ്ക്കുന്നവൻ അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല, എന്നാൽ അവ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവർ കരുണ കണ്ടെത്തുന്നു. ആ വാക്കുകൾ രാഹവിൻ്റെ ഹൃദയത്തെ കുത്തിത്തുളച്ചു. ആദ്യമായി അദ്ദേഹം തൻ്റെ പാപം സമ്മതിച്ചു, സ്വന്തം മാത്രമല്ല ദൈവത്തോടും. അദ്ദേഹം തനത്ത ജയിൽ അറയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ തെറ്റ് ചെയ്തു, എന്നെ ക്ഷമിക്കൂ. ഞാനിനി മറിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം മുതൽ സമാധാനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. ഇപ്പോഴും കമ്പികൾക്ക് പിന്നിലായിരുന്നു എങ്കിലും രാഹവ് മറ്റ് തടവുകാരെ സഹായിക്കാൻ തുടങ്ങി. അവരെ വായിക്കാൻ പഠിപ്പിക്കുക, അവരുടെ പ്രയാസങ്ങൾ കേൾക്കുക, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അവരോട് പറയുക. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒടുവിൽ മോചിതനായി. സമൂഹം അദ്ദേഹത്തെ ഇപ്പോഴും ഒരു കുറ്റവാളിയായി കണ്ടു. എന്നാൽ രാഹവ് ഇനി ആ ഐഡന്റിറ്റി വഹിച്ചില്ല. അദ്ദേഹം തൻ്റെ ജീവനുള്ള വർഷങ്ങൾ ഒരു ചെറിയ പള്ളിയിൽ സേവനം ചെയ്തു, താൻ ചെയ്ത തെറ്റുകൾ ഒഴിവാക്കാൻ. പ്രശ്നവാദിയായ യുവാക്കളെ നിശബ്ദമായി സഹായിച്ചു. ഒരിക്കലൊരു യുവാവ് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്കിൾ, ഇത്രയും വർഷങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ ഇത്ര സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നു? രാഹവ് സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പാപം മറയ്ക്കാൻ ശ്രമിച്ചതിനാൽ ഞാൻ ഒരുപാട് വർഷങ്ങൾ നഷ്ടപ്പെടുത്തി. എന്നാൽ ഞാൻ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ അവൻ എനിക്ക് പുതിയ ജീവിതം നൽകി. ജയിൽ മതിലുകൾക്ക് ഉള്ളിൽ പോലും യഥാർത്ഥ സ്വാതന്ത്ര്യം കമ്പികൾക്ക് പുറത്ത് ആയിരിക്കുന്നതിനെക്കുറിച്ചല്ല, ഇത് ദൈവത്തിൻ്റെ മുൻപിൽ ശുദ്ധമായ ഹൃദയത്തെക്കുറിച്ചാണ്. പാഠം: അനന്തരഫലങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റുപറഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണ പുതിയ ജീവിതം നൽകും. പാപം മറയ്ക്കുന്നത് നമ്മെ ചങ്ങലയിൽ നിർത്തുന്നു, എന്നാൽ ഏറ്റുപറഞ്ഞ് പിന്തിരിയുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. തൻ്റെ ലംഘനങ്ങൾ മറയ്ക്കുന്നവൻ ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. സദൃശവാക്യങ്ങൾ 28 അധ്യായം 13 വാക്യം.